നമസ്കാരം. കോർപ്പറേറ്റ് ബോണ്ട് ഈ വാക്ക് കേൾക്കുമ്പോഴേ പലർക്കും എന്തൊക്കെയോ സംശയങ്ങളൊക്കെ വരും, അല്ലേ? പക്ഷേ പേടിക്കാനൊന്നുമില്ല. ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും കോർപ്പറേറ്റ് ബോണ്ടുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. എന്നിട്ട് ഇത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് ചേർന്നതാണോ എന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ തുടങ്ങിയാലോ? സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ കയറ്റിറക്കങ്ങൾ കണ്ട് മടുത്തിരിക്കുകയാണോ? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വേണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ഥിരതയുള്ള പ്രിഡിക്റ്റബിളായ ഒരു വരുമാന മാർഗ്ഗത്തെക്കുറിച്ചാണ്. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ബോണ്ട് എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കും. പിന്നെ പലതരം ബോണ്ടുകളെ പരിചയപ്പെടും. ഒരു ബോണ്ടിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പഠിക്കും. അതിലെ ലാഭവും നഷ്ടസാധ്യതകളും നമ്മൾ നോക്കും. അവസാനം ഈ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് ഒരുമിച്ച് തീരുമാനിക്കും. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു ബോണ്ട്? ശരിക്കും എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ ലളിതമായി പറഞ്ഞാൽ, നിങ്ങളൊരു ബോണ്ട് വാങ്ങുമ്പോൾ നിങ്ങളൊരു ബാങ്കിനെ പോലെ ആവുകയാണ്. ഒരു കമ്പനിക്കോ സർക്കാരിനോ പണം വേണം. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അത് കടമായി വാങ്ങുന്നു. ആ കടം വാങ്ങിയതിനുള്ളൊരു രേഖയാണ്, ഒരു ഉറപ്പാണ് ഈ ബോണ്ട്. ഇനി ബോണ്ടും സ്റ്റോക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും സിമ്പിളാണ്. നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഒരു ചെറിയ ഭാഗത്തിന്റെ ഓണർ ആവുകയാണ്. കമ്പനി വളർന്നാൽ നിങ്ങളും വളരും, താഴ്ന്നാൽ നിങ്ങളും താഴും. പക്ഷേ ബോണ്ടിന്റെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ വെറും ഒരു ലെൻഡറാണ്, അതായത് പണം കടം കൊടുക്കുന്നയാൾ. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക്കും വലിയ ലാഭവും ഒന്നുമില്ല. പകരം ഒരു ഫിക്സഡ് ഇൻകം, ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. എല്ലാ ബോണ്ടുകളും ഒരേപോലെയല്ല കേട്ടോ. ഓരോന്നിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്, ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുമുണ്ട്. നമുക്കിതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണത്തിനെ ഒന്ന് പരിചയപ്പെടാം. ഗവൺമെന്റ് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫാണ്. കാരണം സർക്കാരാണല്ലോ ഉറപ്പ് തരുന്നത്. പക്ഷേ സേഫ്റ്റി കൂടുമ്പോൾ റിട്ടേൺസ് കുറവായിരിക്കും. അതേസമയം കോർപ്പറേറ്റ് ബോണ്ടുകൾ അങ്ങനെയല്ല. കമ്പനികൾക്ക് പണം കൊടുക്കുമ്പോൾ കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കുന്നതിന് പകരമായി അവർ നമുക്ക് കൂടുതൽ റിട്ടേൺസും തരും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ഈ കോർപ്പറേറ്റ് ബോണ്ടുകളെക്കുറിച്ചാണ്. ഈ സെക്ഷൻ ഒരു ടൂൾ കിറ്റ് പോലെയാണ്. ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫേസ് വാല്യൂ. ഇതിനെ ബോണ്ടിന്റെ ഒരു MRP എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ കമ്പനിക്ക് കടം കൊടുക്കുന്ന യഥാർത്ഥ തുക. പലിശയൊക്കെ കണക്കാക്കുന്നത് എപ്പോഴും ഈ ഫേസ് വാല്യൂവിന് മുകളിലായിരിക്കും. ഇതാണ് ആ കടത്തിന്റെ എക്സ്പയറി ഡേറ്റ്. അതായത് നിങ്ങൾ കൊടുത്ത പണം എപ്പോഴാണോ തിരികെ കിട്ടുന്നത്, ആ ദിവസമാണ് മെച്യൂരിറ്റി ഡേറ്റ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ചെറിയ കാലത്തേക്കോ വലിയ കാലത്തേക്കോ ഉള്ള ബോണ്ടുകൾ തിരഞ്ഞെടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ കടം കൊടുത്ത പണത്തിന് കമ്പനി നിങ്ങൾക്ക് തരുന്ന പലിശ, അതാണ് കൂപ്പൺ റേറ്റ്. പലപ്പോഴും ഒരു ബോണ്ട് എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്ന് തീരുമാനിക്കുന്നത് ഈ കൂപ്പൺ റേറ്റ് ആയിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഒരു കമ്പനിക്ക് കടം കൊടുത്താൽ അത് തിരിച്ചു തരാൻ അവർക്ക് കഴിവുണ്ടോ എന്ന് ചില ഏജൻസികൾ പരിശോധിച്ച് ഒരു ഗ്രേഡ് കൊടുക്കും. AAA പോലുള്ള ഉയർന്ന റേറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനർത്ഥം കമ്പനി വളരെ സ്ട്രോങ് ആണെന്നാണ്, റിസ്ക് കുറവാണെന്നാണ്. റേറ്റിംഗ് കുറയും തോറും റിസ്ക്കും കൂടും. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. കൂപ്പൺ റേറ്റ് അല്ല നിങ്ങളുടെ യഥാർത്ഥ വരുമാനം. നിങ്ങളുടെ റിയൽ റിട്ടേൺ അറിയണമെങ്കിൽ നിങ്ങൾ YTM നോക്കണം. കാരണം നിങ്ങളൊരു ബോണ്ട് വാങ്ങുന്ന വില അതിന്റെ ഫേസ് വാല്യൂ ആകണമെന്നില്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. കണ്ടോ, ഒരു ഉദാഹരണം പറയാം. 1000 രൂപ ഫേസ് വാല്യൂ ഉള്ളൊരു ബോണ്ട് നിങ്ങൾ 900 രൂപയ്ക്ക് വാങ്ങിയെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പലിശ കിട്ടുന്നത് 1000 രൂപയുടെ മുകളിലാണ്. കാലാവധി തീരുമ്പോൾ 1000 രൂപ തിരികെയും കിട്ടും. അതായത് നിങ്ങൾ മുടക്കിയ 900 രൂപയേക്കാൾ കൂടുതൽ. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ വരുമാനം, അതായത് YTM, കൂപ്പൺ റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും. നേരെ മറിച്ച് 1200 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിലോ, അപ്പോൾ YTM കുറയും. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് വരുന്നത്. എല്ലാ കടങ്ങളും ഒരുപോലെയല്ലല്ലോ, അല്ലേ? ചിലതിന് നമ്മൾ ഈട് വെക്കണം, ചിലതിന് വേണ്ട. ബോണ്ടുകളുടെ കാര്യത്തിലും ഈ വ്യത്യാസമുണ്ട്. ഇതിനെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. സെക്യൂർഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഹോം ലോൺ പോലെയാണ്. നമ്മൾ വീട് പണയം വെക്കില്ലേ, അതുപോലെ കമ്പനി അവരുടെ ഏതെങ്കിലും ആസ്തി ഈടായി വെക്കും. അതുകൊണ്ട് കമ്പനി പൊളിഞ്ഞാലും ആ ആസ്തി വിറ്റ് നമ്മുടെ പണം തിരികെ കിട്ടും. റിസ്ക് കുറവ്. ഇനി അൺസെക്യൂർഡ് ബോണ്ടോ? അത് നേരെ തിരിച്ച് ഒരു പേഴ്സണൽ ലോൺ പോലെയാണ്. യാതൊരു ഈടുമില്ല. കമ്പനിയുടെ നല്ല പേര് മാത്രമാണ് ഉറപ്പ്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. ആ റിസ്ക് എടുക്കുന്നതിന് പകരമായിട്ട് അവർ നമുക്ക് കൂടുതൽ പലിശയും തരും. സംഭവം സിമ്പിളല്ലേ? ഓക്കെ, ബോണ്ടുകൾ സ്ഥിരത തരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവയ്ക്ക് റിസ്ക് ഒന്നുമില്ല എന്ന് ഇതിന് അർത്ഥമില്ല. നമുക്കിതിന്റെ രണ്ട് വശങ്ങളും ഒന്ന് ശരിക്കും നോക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ബോണ്ടുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1, കൃത്യമായി കിട്ടുന്ന ഒരു വരുമാനം. 2, നമ്മുടെ മുതൽമുടക്കിന് ഓഹരികളെ അപേക്ഷിച്ച് കിട്ടുന്ന സുരക്ഷ. 3ാമതായി, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോക്ക് ഒരു ബാലൻസ് കൊടുക്കാൻ ബോണ്ടുകൾക്ക് സാധിക്കും. തീർച്ചയായും ഇതിലെ അപകടങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പനി സാമ്പത്തികമായി തകർന്നാൽ നമ്മുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിലെ പലിശ നിരക്ക് കൂടിയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബോണ്ടിന്റെ വില കുറയാം. ചിലപ്പോൾ പെട്ടെന്ന് വിൽക്കാൻ നോക്കിയാൽ വാങ്ങാൻ ആളുണ്ടാവണമെന്നില്ല. പിന്നെ പണപ്പെരുപ്പം നമ്മുടെ വരുമാനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ നല്ല റേറ്റിംഗുള്ള ബോണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും ഒന്നിൽ കൂടുതൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെയും ഈ റിസ്കുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ശരി, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ അറിവ് വെച്ചിട്ട് ഈ നിക്ഷേപ രീതി നിങ്ങൾക്ക് ചേർന്നതാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? നമുക്ക് നോക്കാം. നിങ്ങൾ വലിയ റിസ്ക് എടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണോ? അല്ലെങ്കിൽ റിട്ടയർമെന്റ് ജീവിതത്തിൽ ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ ഒരു സേഫ് ഓപ്ഷൻ കൂടി വേണമെന്ന് തോന്നുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം അതെ എന്നാണ് ഉത്തരമെങ്കിൽ ബോണ്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒന്നാണ്. ഇനി നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ആദ്യം തന്നെ ചെറിയൊരു തുകയിൽ തുടങ്ങുക. ഒരു 10,000-ഓ 20,000-ഓ മതി. എപ്പോഴും നല്ല റേറ്റിംഗുള്ള വിശ്വസിക്കാവുന്ന കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയെക്കുറിച്ച് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ പണം മുഴുവൻ ഒന്നിൽ മാത്രം നിക്ഷേപിക്കരുത്, പലതിലായി വിഭജിക്കുക. അപ്പോൾ സ്റ്റോക്കുകളുടെ വളർച്ചയും ബോണ്ടുകളുടെ സ്ഥിരതയും
ഇവ രണ്ടും ചേരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് നല്ലൊരു ബാലൻസ് കിട്ടില്ലേ? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയിൽ സ്ഥിരത കൊണ്ടുവരാൻ ബോണ്ടുകൾക്ക് കഴിയുമോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കൂ.